ഏതൊരു സമൂഹത്തിനും അലിഖിതമായ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചാണ് പൊതുസമൂഹവും ഭൂരിപക്ഷവും ജീവിക്കുന്നതും. നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നതും മേന്മ തെളിയിച്ചതും പൊതുജീവിതത്തിൻ്റെ സുഗമമായ ഗമനത്തിന് യോഗ്യത തെളിയിച്ചതുമൊക്കെ ആയിട്ടുള്ള ചട്ടങ്ങളെയാണ് പൊതുസമൂഹം പൊതുവെ സ്വീകരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിവാഹം. രണ്ട് വ്യക്തികൾ തമ്മിൽ ഉള്ള സ്വകാര്യമായ ഒരു കരാറാണെങ്കിലും ബന്ധുമിത്രാദികളും സമൂഹവും എല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനാൽ തന്നെ അത് വലിയൊരു ഉത്തരവാദിത്തമാണ് വരൻ്റെയും വധുവിൻ്റെയും കൂട്ടർക്ക് നൽകുന്നതും. 4 പേർ കേട്ടാൽ മോശം പറയാത്ത രീതിയിലുള്ളൊരു കുടുംബജീവിതം ഞങ്ങൾ നയിച്ചു കൊള്ളാം എന്നതാണ് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതാണ് ഇത്രയും ബന്ധുമിത്രാദികളും സമൂഹവും എല്ലാം അതിനകത്ത് പങ്കെടുക്കുന്നത്. അത് ഈ വരന് അല്ലെങ്കിൽ വധുവിന് ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. ഈ താലിയും മാലയും എല്ലാം ചാർത്തുന്നതും അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് താനും. ഇതൊക്കെ പഴയ കാലത്തെ സാഹചര്യങ്ങളാണ്. എന്നാൽ ഇന്നും ആധുനിക ഈ കാലമായ ഇന്നും വിവാഹം തന്നെയാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു കാര്യം. എന്നാൽ ഈ ചിട്ടവട്ടങ്ങളൊന്നും പാലിക്കാതെ നടക്കുന്ന കുറച്ച് സംഭവങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലിവിങ് ടുഗദർ. ഈ ലിവിങ് ടുഗദറും വിവാഹവുമായി താരതമ്യപ്പെടുത്താൻ കഴിയില്ല. കാരണം വിവാഹം എന്നത് നിയമപരമായ ഒരു ഉടമ്പടിയാണ്. നിയമപരമായ യാതൊരു പരിരക്ഷയും ഇല്ലാത്തതാണ് ഈ ലിവിങ് ടുഗദറിന്. ഏത് നിമിഷവും സമൂഹത്തെയോ മറ്റ് നിയമപരമായ വ്യവസ്ഥാപിതമായ സ്ഥാപനങ്ങളെയോ ഒന്നും അറിയിക്കാതെ പിരിയാൻ കഴിയും എന്നതുള്ളതാണ് ഈ ലിവിങ് ടുഗദറിൻ്റെ ഒരു സവിശേഷത. അത് സവിശേഷതയാണോ പോരായ്മയാണോ എന്നൊക്കെ സമൂഹം ചർച്ച ചെയ്യട്ടെ. എങ്കിലും എനിക്കത് സവിശേഷതയായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, എന്തിനാണ് ഈ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഇങ്ങനെ പിരിയുന്നത്, അതായത് ലിവിങ് ടുഗദറിൽ ഏർപ്പെട്ട് ഒറ്റ ദിവസം കൊണ്ട് പിരിയുന്നു, ആ പിരിയുന്നതിനെ ഒരു ക്രിമിനൽ കുറ്റമാക്കി കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ്. മാത്രമല്ല സുപ്രീം കോടതി ജഡ്ജസ് BV നാഗരത്ന ചോദിച്ചിരിക്കുന്നത്, ഈ വിവാഹബന്ധത്തിൽ അല്ലെങ്കിൽ ലിവിങ് ടുഗദറിൽ ഏർപ്പെട്ട സ്ത്രീകൾ പിന്നീട് പിരിഞ്ഞു കഴിഞ്ഞ ശേഷം മാനഭംഗപ്പെടുത്തി അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള ആരോപണവുമായി വരികയാണ്. അപ്പോൾ ഇവരുടെ പരസ്പര സമ്മതത്തോട് അല്ലെങ്കിൽ പൂർണ്ണമായ സമ്മതത്തോടു കൂടിയാണ് ലിവിങ് ടുഗദർ നടത്തുന്നത്. പിന്നീട് എങ്ങനെയാണ് ഇയാൾ ഒരു വാക്ക് നൽകിയിട്ടുണ്ടായിരിക്കാം, ആ വാക്കിൽ നിന്ന് പിൻവലിയുന്നതോടുകൂടി അത് മാനഭംഗമാവുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ പീഡനമാകുന്നത് എങ്ങനെയാണ്? ഇത്രയ്ക്ക് അത്യാവശ്യമുള്ളവർ വിവാഹം കഴിഞ്ഞിട്ട് പോരായിരുന്നു ഒന്നിച്ച് താമസിക്കുന്നത് എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യാജ പരാതികൾ കോടതി ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല. എന്നാൽ ലിവിങ് ടുഗദർ ബന്ധത്തിൽ ഉള്ള ദമ്പതികൾക്ക് ജനിച്ച കുട്ടിക്ക് എല്ലാവിധ അവകാശങ്ങളും ഉണ്ടായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ആ കുട്ടിയെ ഉപേക്ഷിച്ച് പോകാൻ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീക്കോ യാതൊരു അവകാശവുമില്ല. ആ കുട്ടിയുടെ ചെലവിന് കൊടുക്കാൻ പുരുഷൻ ബാധ്യസ്ഥനാണ്. സ്ത്രീ ആയാലും ആ അമ്മയായാലും കുട്ടിയെ നോക്കാൻ ബാധ്യസ്ഥയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡനം, അത് ഈ ലിവിങ് ടുഗദർ പ്രേമത്തിലെല്ലാം നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ വാഗ്ദാനം നൽകി പീഡനം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ പരസ്പര സമ്മതത്തോടു കൂടിയാണ്. എന്നിട്ട് എങ്ങനെയാണ് അത് പീഡനമായി മാറുന്നത്? അപ്പോൾ അതിനൊരു വാഗ്ദാന ലംഘനമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ അതൊരു ക്രിമിനൽ കുറ്റമല്ല താനും. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് മാത്രമേ എന്തെങ്കിലുമൊക്കെ പറ്റൂ എന്ന് വാശിയുള്ള സ്ത്രീകൾ എന്തിനാണ് വിവാഹത്തിന് മുമ്പ് ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുന്നത്? ഇനി അതല്ല, അവർക്ക് വിവാഹം എന്ന് പറഞ്ഞ ഒരു ഉടമ്പടിയുടെ ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പിരിഞ്ഞ ശേഷം ഇതുപോലുള്ള വ്യാജ കേസുകളുമായി മുന്നോട്ട് വരാതിരിക്കുക. അത് ഒരു അപരിഷ്കൃത സമൂഹത്തിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്.